അതെ, ഒരു കൂട്ടം കൂടെ ഉണ്ട് കേട്ടോ. ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പോക്കറ്റിനെയും കൂടെയാണ് ബാധിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ അത് എത്ര വലുതാണ് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വരൂ, നമുക്ക് കുറച്ച് ഇന്ധന വിലയെ കുറിച്ച് സംസാരിക്കാം. ഇത് ഞാൻ ജനുവരിയിൽ ഡീസൽ അടിച്ചതിൻ്റെ ബില്ലാണ്. അന്ന് ഡീസലിന് വില ഒരു പൗണ്ട് 35 പെൻസ്. അന്ന് 20 പൗണ്ടിന് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ 14.5 ലിറ്ററോളം കിട്ടുമായിരുന്നു. അന്ന് ഒരാഴ്ച ഓടാൻ വേണ്ടിയിട്ട് അത്രയും ഇന്ധനം മതി. പിന്നീട് എന്ത് സംഭവിച്ചു? മാർച്ചിൽ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമായി. ആ സമയത്ത് മാർച്ചിൽ ഡീസലിന് വില 1.73 പിന്നെ അത് 1.78 പിന്നീട് 1.83 പിന്നെ 1.90 ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതേ 20 പൗണ്ടിന് ഡീസൽ അടിച്ചാൽ എനിക്ക് ആകെ 10 ലിറ്ററേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് 4 ലിറ്ററിൽ കൂടുതൽ നഷ്ടം. ഒന്ന് ആലോചിച്ച് നോക്കണം, 4 ലിറ്റർ. ആയിരക്കണക്കിന് മൈലുകൾ അപ്പുറം നടക്കുന്ന ഒരു യുദ്ധം നമ്മളൊന്നും ബാധിക്കില്ല എന്നൊക്കെ ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് സത്യമല്ല, അത് നമ്മളെയും ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രതിഫലനം വാർത്തകളിലും മാത്രമല്ല, അത് ഈ ഫ്യൂവൽ പമ്പുകളിലും വരെ ഉണ്ട്. ഇത് ഇന്ധന വിലയുടെ കാര്യം മാത്രമല്ല കേട്ടോ പറയണത്. ഇത് നമ്മളൊക്കെ എത്ര പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. സമാധാനത്തിന് വലിയ വിലയൊന്നും ഇല്ലടോ, പക്ഷെ സമാധാനക്കേടിനൊരു വിലയുണ്ട്. നമ്മളൊക്കെ കൂടിയാണ് ആ വില കൊടുക്കുന്നത്.